ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ ഈ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ 2025 ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഈ വർഷം നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് കരിയറിലെ ഒരു ബ്രേക്ക് ഔട്ട് ഇയർ ആവട്ടെ, ഒരുപാട് പ്രോഫിറ്റ്സും ഒരുപാട് റെക്കഗ്നിഷൻസും നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ മാർക്കറ്റിൽ ചെറിയ ബൈയിങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചെറിയ രീതിയിൽ ബൈയിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഞാൻ ബൈയിങ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതെന്നും എവിടെയാണ് ഞാൻ മാർക്കറ്റ് സ്ട്രെങ്ത് കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഒബ്വിയസ്ലി ബൈയിങ് ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ എൻ്റെ ഒരു ഐഡിയൽ കണ്ടീഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ചെറിയൊരു ബൈയിങ് വന്നതിന് ശേഷം വീണ്ടും ഒരു സെൽ ഓഫ് വന്നിട്ട് ഒരു ബൈയിങ് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ സിനാരിയോ ആയിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. സോ റൈറ്റ് നോ എന്താണ് ഇന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ എന്നും ഇനി നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ പ്രൈസ് ആക്ഷൻ കണ്ടതുകൊണ്ട് എന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നത്തെയും പോലെ തന്നെ. സോ നിഫ്റ്റിയിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ നിഫ്റ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോയുടെ അടുത്തേക്ക് ഞാൻ പറയുകയുണ്ടായി ഏകദേശം ഈ ലെവലിലൊക്കെ നിഫ്റ്റി ഒന്നും കൂടെ വരികയാണെങ്കിൽ ഒരു ബൈയിങ് കാണാം. അതുപോലെ തന്നെ ബൈയിങ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാം, കാരണം ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. കാരണം ഈ ലെവലിൽ നിന്ന് വലിയൊരു ഗ്രീൻ ക്യാൻഡിലായിട്ടാണ് നിഫ്റ്റി മുകളിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് ഏരിയ ആണ്. അപ്പോൾ ഈ ലെവലിലേക്ക് വന്ന അറ്റ്ലീസ്റ്റ് 1 ബൗൺസ് എങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ലെവലിൽ കറക്റ്റ് ഈ ലെവലിൽ വരെ എത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു ഓൾമോസ്റ്റ് ഇവിടെ വരെ വന്ന് നമുക്കിങ്ങനെ ഒരു ഡിമാൻഡ് ഏരിയ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ വരെ വന്ന് ഒന്ന് ടച്ച് ചെയ്ത് നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ബൗൺസ് മുകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 2 ബുള്ളിഷ് ക്യാൻഡിൽസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിഫ്റ്റിയിൽ. സോ നിഫ്റ്റിയിൽ ചെറിയൊരു മൂവ് അപ്പ്, പിന്നെ എന്താണ് ചോപ്പനെസ്സും കാര്യങ്ങളും വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ നിഫ്റ്റി. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തായാലും സ്വിംഗ് ട്രേഡേഴ്സ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇൻഡെക്സ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് ആണല്ലോ. സോ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൽ എന്താണ് സംഭവിച്ചത്? 1, 2, 3, 4 ഇൻഡിസിഷൻ ക്യാൻഡിൽസ്, വേണമെങ്കിൽ ഇതും കൂടെ കൂട്ടാം. 5 ഇൻഡിസിഷൻ ക്യാൻഡിൽസ് വന്നിരുന്നു. താഴത്തേക്ക് ഒരു ബ്രേക്ക് ഡൗൺ പോലെ ഇന്നലെ വന്നിട്ട് ഒരു റിവേഴ്സലാണ് വന്നത്. എന്നിട്ട് നമുക്കിവിടെ 5 പീരീഡ് മൂവിങ് ആവറേജ് ആണ്. 5 പീരീഡ് മൂവിങ് ആവറേജിന്റെ മുകളിൽ ഒരു ക്ലോസും തന്നിരുന്നു ഇന്നലെ. ഇന്നൊരു സ്ട്രോങ് അപ്പ് മൂവ് അതിനുശേഷം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ബുള്ളിഷ് ആയിട്ടുണ്ട്. എൻ്റെ സ്റ്റാൻസ് ഞാൻ കുറച്ച് ബുള്ളിഷാണ്. അറ്റ്ലീസ്റ്റ് സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റാൻസ് ബുള്ളിഷാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി. കാരണം ഞാൻ ഈ ഒരു സമയത്ത് ഇത് വളരെയധികം ഒരു വലിയ ഡ്രോപ്പിന് ശേഷം മാർക്കറ്റ് പൊങ്ങുന്ന സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റഡി, അതായത് ഞാൻ ഇത്രയും കാലം മാർക്കറ്റ് സ്റ്റഡിയിൽ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് റിവേഴ്സൽ ട്രേഡ്സ് ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് അധികം വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഈ സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1-2 റിവേഴ്സൽ ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എടുത്ത സ്റ്റോക്സിൻ്റെ നെയിം ഞാൻ അവിടെ വെളിപ്പെടുത്താം. കാരണം ഇവൻ ഇവിടെ വന്നിരുന്ന് അങ്ങനെ ചുമ്മാ പറയുകയാണ്, എന്നാൽ ഇവൻ ട്രേഡൊന്നും എടുക്കുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് വിചാരിക്കേണ്ട. കാരണം ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒന്ന് സോട്ട, ഓൾമോസ്റ്റ് ഈ ഒരു ഇൻസൈഡ് ബാറിൻ്റെ ബ്രേക്ക് ഔട്ടിൽ, അതായത് ഇങ്ങോട്ടൊരു സെൽ ഓഫ് വന്നു, അത് സെൽ ഓഫ് വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ ട്രേഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇൻസൈഡ് ബാറിൻ്റെ മുകളിൽ ബൈ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ റിവേഴ്സൽ ട്രേഡ് ഇതാണ്. ഇത് റിലീഗർ ഇവിടെ നോക്കുവാണെങ്കിൽ 1, 2, 3 ഡേയ്സ് ഓഫ് ഫോൾ ആണ്. വിത്തിൻ 3 ഡേയ്സ് നമുക്ക് എത്ര ശതമാനം താഴത്തേക്ക് മൂവ് കിട്ടി? 13% മൂവ് വന്നു. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ബൗൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 5 MA മുകളിൽ ക്ലോസ് ആയി എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയാണ് ട്രേഡ് എടുത്തത്. മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയും ഞാൻ പ്രൈസ് ആക്ഷൻ നോക്കും. പക്ഷെ അത് എവിടെയും എത്താതെ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്ന താഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും. റൈറ്റ് നോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. അതിനുശേഷം നമുക്ക് കാണാം. ചിലപ്പോൾ ഞാൻ മാർക്കറ്റ് മോശം പ്രൈസ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ 3/4 ഓഫ് ദ ക്വാണ്ടിറ്റി ഞാൻ സെല്ല് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് വയ്ക്കുമായിരിക്കും. അതൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനോ അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മാനേജ്മെൻറ്റിനും അനുസരിച്ചിരിക്കും. പക്ഷേ ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഓൾ ഓൺ ദ സെയിം പേജ്, ഞാൻ കുറച്ച് ചെറിയ ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇത് വർക്ക് ചെയ്യുമല്ലോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ എടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്താൽ ഐ വിൽ മേക്ക് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ ചെറിയ ലോസിൽ പുറത്തിറങ്ങും. റൈറ്റ്, കാരണം ഇങ്ങനത്തെ റിവേഴ്സൽ ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച്
ടഫാണ്, കാരണം മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് വീണ്ടും ഫേക്ക് ഔട്ടൊക്കെ തരാം. പക്ഷേ അഥവാ ഇത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത ട്രേഡ്സ് ഒക്കെ നല്ല പ്രോഫിറ്റ്സിലേക്ക് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ്. കാരണം ഈ ഇങ്ങനൊരു ഫോൾ ഉണ്ട്, ഇവിടുന്ന് വലിയൊരു ഫോളിന് ശേഷം ചെറിയൊരു മൂവ്, ഇവിടുന്ന് ഇപ്പോൾ വലിയൊരു ഫോൾ, അതിനുശേഷം ചെറിയൊരു മൂവ്. പക്ഷേ ഇവിടെ ഈ ഒരു വലിയൊരു ഫോളിന് ശേഷം ചെറിയൊരു ഫേക്ക് ഔട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ചെറിയൊരു മൂവ്. പക്ഷേ ഈ മൂവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഇപ്പോൾ 5 EMA മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് 5 EMA മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് സ്റ്റോക്സിൽ സ്ട്രെങ്ത് കണ്ടു തുടങ്ങുക. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ട്രേഡ്സ് എടുക്കേണ്ടത്. എസ്പെഷ്യലി ഈ സമയത്തൊക്കെ നമ്മൾ റിവേഴ്സൽ ട്രേഡ്സ് എടുക്കുക. ഇവിടെ നിന്ന് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ ഈ ഒരു 14th ശേഷമുള്ള ദിവസങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്ലോസ് എബോവ് 5 EMA, ആ സമയത്ത് നമുക്ക് ഒരുപാട് റിവേഴ്സൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. അതിനുശേഷം ഓൾമോസ്റ്റ് മാർക്കൊന്ന് സസ്റ്റെയിൻ ആയി കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട്സ്, ഈ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട്സും വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മാർക്കറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ്. അതായത് ഞാൻ ഇങ്ങനെയാണ് മാർക്കറ്റിൽ കണ്ടിരിക്കുന്നത്, മാർക്കറ്റിൻ്റെ ആക്ഷൻ ഇങ്ങനെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതല്ല വേറെ രീതിയിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് മൂവ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിന്റെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി നേരെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. സോ ബ്രെഡ്ത്ത് അനാലിസിസ് വരുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 EMA നോക്കുകയാണെങ്കിൽ വളരെ രീതിയിൽ ചോപ്പി ആയിട്ട് നല്ലൊരു ബ്രെഡ്ത്ത് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് 25% സ്റ്റോക്സേ അതിൻ്റെ 20 പീരിയഡ് മൂവിങ് ആവറേജ് മുകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ 30th ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 31st 29, അത് പെട്ടെന്നൊരു 37 എന്ന നമ്പറിലേക്ക് മൂവ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു മൂവ് കണ്ടോ, ഇതിനെ നമ്മൾ ബ്രെഡ്ത്ത് ത്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് നല്ലൊരു സൈനാണ്. മേ ബി അടുത്ത 2, 3, 4 or 5 ഡേയ്സിലേക്ക് ഈ ബ്രെഡ്ത്ത് ത്രസ്റ്റ് റിമെയിൻ ആവുകയാണ്, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ത്രസ്റ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നലേക്ക് എടുത്ത സ്റ്റോക്സിലൊക്കെ നല്ല പ്രോഫിറ്റ്സ് കണ്ടു തുടങ്ങും. ആ പ്രോഫിറ്റ് കുഷൻ വെച്ചിട്ട് നമുക്ക് വേറെയും സ്റ്റോക്സിലേക്ക് ഈ മൂവ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്താ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബ്രെഡ്ത്ത് അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ, ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് 1 ലൈൻ മൂവ്, അതായത് ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കി ചോപ്പി നിൽക്കുന്നത്, അല്ലാതെ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് 1 ലൈൻ മൂവ് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു മൂവ് ചാൻസസ് കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് കണ്ടോ, സ്ട്രെയിറ്റ് മൂവ്, ഒരു ചെറിയൊരു ബൗൺസ്, സ്ട്രെയിറ്റ് മൂവ് ബൗൺസ്, സ്ട്രെയിറ്റ് മൂവ് ബൗൺസ്. ഇവിടെ നോക്കിയേ, ഇവിടെ ജൂലൈ 31 നേരെ ഓഗസ്റ്റ് 6 സ്ട്രെയിറ്റ് താഴത്തേക്ക് 1 ലൈൻ മൂവ് ആണ് വന്നത്, പിന്നെ ബൗൺസ് ചെയ്തു വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. പക്ഷേ ഇതാ ഇവിടെ നോക്കിയേ, ജൂലൈ 5 ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ഡൗൺ മൂവ്, പിന്നെ ഒരു ബൗൺസ്. പക്ഷെ ഇവിടെ ചോപ്പിയാണ്, വളരെയധികം ചോപ്പിയാണ്. അപ്പോൾ ഇവിടുന്ന് ബൗൺസ് കിട്ടുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്ട്രെയിറ്റ് ഡൗൺ മൂവ്സിൽ നിന്ന് നമുക്ക് നല്ലൊരു ബൗൺസ് എങ്കിലും കിട്ടാം വിചാരിക്കുന്നു. അപ്പോൾ ആ ബൗൺസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓവർ സോൾഡായി കിടക്കുന്ന സ്റ്റോക്സ് ആയിരിക്കും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ റെലിഗെയർ എന്ന സ്റ്റോക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. ഇതൊരു നല്ല ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് വന്ന് 50 EMA മുകളിൽ വന്ന് ഓൾമോസ്റ്റ് അത് ബ്രേക്ക് ചെയ്തു, അതിനെ സപ്പോർട്ട് എടുക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഒബ്വിയസ്ലി നാളത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോശം പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി വിറ്റിട്ട് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡലിൽ താഴത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കും. സോ അതാണ് എൻ്റെ പ്ലാൻ. നിങ്ങളുടെ പ്ലാൻ എന്താ, നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ്സ് അറിയിക്കുക. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഹാപ്പി ട്രേഡിങ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും ട്രേഡിങ്ങിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൺസ് അഗൈൻ വിഷിംഗ് യു ഓൾ എ വെരി ഗുഡ് ഇയർ ഹെഡ്. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റിങ്ങിലെ ഒരു ബ്രേക്ക് ഔട്ട് ഇയർ ആവട്ടെ ഈ വർഷം. സോ ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ബൈ.